എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്ക് എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹമൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ആഗ്രഹം എന്ന് പറയുമ്പം ആ ആഗ്രഹത്തിനനുസരിച്ച് ഉന്നതിയിൽ എത്തണമെന്നൊന്നുമില്ല. അങ്ങനെ എത്താൻ പറ്റാതെ പോയൊരു ഹതഭാഗ്യം ചേട്ടൻ നമ്മുടെ നാട്ടിലുണ്ട്. പുള്ളിക്കാരൻ്റെ പേര് പറയുന്നില്ല, കാരണം പേര് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. സ്കൂളിൽ ചേർക്കാൻ പോകുമ്പം അച്ഛനും അമ്മ ഇടാൻ വെച്ചിരുന്ന പേരെന്ന് പറയുന്നത് വാസുക്കുട്ടൻ മകൻ പ്രത്യുപ്നൻ എന്നായിരുന്നു, അതായത് VK പ്രത്യുപ്നൻ. പക്ഷേ ഈ സ്കൂളിൽ ചേർക്കുന്ന ദിവസം ഈ പുള്ളിക്കാരൻ, അതായത് അച്ഛന് പണി ഉണ്ടായതുകൊണ്ട് മോൻ്റെ കൂടെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു മ്യാമനെയാണ് ഏൽപ്പിച്ചു വിട്ടത്. അപ്പോൾ ഈ മ്യാമന് പണിയൊന്നുമില്ല, രണ്ടെണ്ണമൊക്കെ വിട്ടിട്ട് സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും ഈ VK പ്രത്യുപ്നൻ സാധനം പുള്ളി അങ്ങ് മറന്നു. അപ്പം അവിടെ ചെന്നിട്ട് പറഞ്ഞത് എന്തോ VK ചേർത്ത് എന്തോ ഒരു സംഭവമായിരുന്നു സാറേ, ഞാനങ്ങ് മറന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, അപ്പം സാധാരണ സർക്കാർ സ്കൂളിലൊക്കെ കാണാറുണ്ടല്ലോ നമ്മളിപ്പോൾ അവരായിരിക്കും ഇനിഷ്യൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുന്നത്, പിന്നെ അത് ഒഫീഷ്യൽ നെയിമായിട്ട് മാറും. അപ്പം ഇവിടെയും ഹെഡ് മാസ്റ്റർ പറഞ്ഞു, കൊച്ചിൻ്റെ മുഖം കണ്ടിട്ട് നല്ല ഓമനത്തൊക്കെ ഉണ്ട്, നമുക്ക് VK കുട്ടാപ്പി എന്നാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ VK കുട്ടാപ്പിയുടെ ഭാരവും എന്തി ഈ പുള്ളി നടക്കുകയാണ്. അപ്പോൾ കുറച്ചൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളിക്കൊന്ന് ഫേമസ് ആവാൻ ഇഷ്ടമുള്ള പുള്ളിയാണ്. അപ്പം ഈ കുട്ടാപ്പി എന്നുള്ള പേര് പുള്ളിക്ക് ഒരു ബാധ്യതയായിട്ട് മാറി. അപ്പോൾ ഈ ഒരു ബാധ്യത എങ്ങനെയും ഒന്നും ഇതാക്കണമല്ലോ. അപ്പോൾ ഒരു ശബ്ദത്തിന് മീൻസ് ആ ഒരു പേരിനൊരു ഗാംഭീര്യമൊക്കെ വേണം. അപ്പോൾ പുള്ളിയെ തന്നെ ശബ്ദരൂപൻ എന്ന് വിളിച്ചു തുടങ്ങി. നിങ്ങളാരും കേട്ടിട്ടില്ലല്ലോ, ഞാനും കേട്ടിട്ടില്ല. അപ്പോൾ ശബ്ദരൂപൻ എന്നാണ് പുള്ളിയെ തന്നെ വിളിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ച് കേട്ടെങ്കിലല്ല ഈ പേരിനൊരു ഗുമ്മുള്ളൂ. പുള്ളി അതിനെ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഉത്സവമൊക്കെ നടക്കുമ്പോഴേ അവിടെ പോയി ഉത്സവ കമ്മിറ്റിയുടെ സൈഡിൽ പുള്ളിയുടെ പേര് കൊത്തിയ കീച്ചേനുള്ള ഈ താക്കോൽക്കൂട്ടം സൈഡിൽ ഇങ്ങനെ കൊണ്ടിട്ടിട്ടങ്ങ് പോകും. അപ്പം എന്തായാലും അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ പറയുമല്ലോ, ശബ്ദരൂപൻ എന്ന് എഴുതിയിട്ടുള്ള താക്കോൽക്കൂട്ടം കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ എത്രയും വേഗം കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടുക. അപ്പോൾ പുള്ളി മനസ്സിലായല്ലോ ഏകദേശം. അപ്പോൾ പുള്ളിയുടെ കഥ പറയുകയാണെങ്കിൽ പുള്ളിക്ക് ഒരു പ്രാവശ്യം ലോട്ടറി അടിച്ചു. 1ാം സമ്മാനമൊന്നുമല്ല, 5ാം സമ്മാനം, 1 ലക്ഷം രൂപയേ ഉള്ളൂ. പക്ഷേ പുള്ളി ബാങ്കിലും ചെന്ന് ശബ്ദരൂപൻ എഴുതി ഒപ്പിട്ട് കൊടുത്തന്നേ. പുള്ളിയുടെ ഒഫീഷ്യൽ നെയിം അല്ലല്ലോ, അത് തള്ളിപ്പോയി, ലോട്ടറി കിട്ടിയില്ല.